കാർഗിലിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ അപമാനിച്ച് CPM. കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ 25ാം വാർഷിക ദിനത്തിൽ സൈനികരെ മറന്ന് ക്യൂബൻ വിപ്ലവ നേതാവ് ഫിഡൽ കാസ്ട്രോയ്ക്കും ചെഗുവേരയ്ക്കും ആദരം. കാർഗിൽ വിജയ ദിവസത്തിൽ ഡൽഹിയിലും കേരളത്തിലും CPM സംഘടിപ്പിച്ചത് മോൺകൊണ്ട ദിനാചരണം. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷിക ദിനമാണ് കടന്നുപോയത്. രാജ്യത്തെങ്ങും കാർഗിൽ ബലിദാനികളെ അനുസ്മരിക്കുന്ന ചടങ്ങ് നടക്കുമ്പോൾ ഡൽഹിയിൽ CPMന്റെ ആസ്ഥാനമായ ഹർകിഷൻ സിംഗ് സുർജിത് ഭവനിലെ കാഴ്ച മറ്റൊന്നായിരുന്നു. ക്യൂബയിലെ വിപ്ലവ നേതാവായ ഫിഡൽ കാസ്ട്രോയ്ക്കും ചെഗുവേരയ്ക്കും ആദരം. ക്യൂബയിൽ ബാറ്റിസ്റ്റ ഭരണകൂടത്തിനെതിരായ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായ മോൺകാഡ ദിനാചരണവും ചെഗുവേരയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ 65ാം വാർഷികവുമാണ് CPM നടത്തിയത്. പരിപാടിയിൽ സംസാരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോ മറ്റ് അതിഥികളോ കാർഗിലിനെ പറ്റി ഒരു വാക്കുപോലും പരാമർശിച്ചില്ല. The attack on the Moncada garrison was actually the first bugle call for the Cuban Revolution. It was then not realized and recognized as such by US imperialism, but soon, within 6 years, 5 years in fact, when the Cuban Revolution materialized. ഡൽഹിയിൽ മാത്രമല്ല CPIMന് സംഘടനാ സംവിധാനമുള്ള ഏക സംസ്ഥാനമായ കേരളത്തിലും കാർഗിൽ വിജയ ദിവസിൽ പാർട്ടി നടത്തിയത് മോൺകാഡ ദിനാചരണമാണ്. CPIMന്റെ അഖിലേന്ത്യാ നേതാക്കളോ സംസ്ഥാന നേതാക്കളോ അവരുടെ എക്സിലോ FBയിലോ കാർഗിലിനെ പറ്റി പരാമർശിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ജനം, ഡൽഹി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഈ നിമിഷത്തിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾക്കറിയാം, രാജ്യത്ത് കാർഗിൽ യുദ്ധദിനാചരണം, കാർഗിലിൻ്റെ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയ ദിവസമായിരുന്നു ഇന്നലെ. എല്ലാ ആളുകളും, ഭാരതീയരടക്കമുള്ള ആളുകൾ, ആ കാർഗിലിൽ നമ്മുടെ സൈനികർ, എത്രയോ ആളുകൾ, 527 പേർ വീരമൃത്യു വരിച്ചു എന്നാണ് സർക്കാർ കണക്ക്. എന്നാൽ അതിനൊക്കെ മുകളിൽ സൈനികർ മരിച്ചു എന്നുള്ള കണക്കുകളുമുണ്ട്. എങ്കിൽ പോലും ഈ കേരളത്തിൽ നിന്ന് പോലും മലയാളികളായ 11 പേരും അതിൽ വീരമൃത്യു വരിച്ച ധീര സൈനികരാണ്. അങ്ങനെയുള്ള ഒരു ദിവസം, 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന കാർഗിൽ മലനിരകളിൽ ത്രിവർണ്ണ പതാക വീണ്ടും പാറിപ്പിക്കാൻ നമ്മുടെ സൈനികർ ജീവൻ പോലും ബലി നൽകി നിർവഹിച്ച ആ വലിയ യുദ്ധത്തിൻ്റെ ആ ദിനം നമ്മളെല്ലാവരും കാർഗിൽ വിജയ ദിവസം ആഘോഷിച്ചപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ ദിനത്തെപ്പറ്റി ഒന്ന് മിണ്ടാനോ ആ ദിനത്തെപ്പറ്റി ഒന്ന് സംസാരിക്കാനോ ചെയ്യാതെ ആ ദിവസം അവർ ചെഗുവേരയുടെ അനുസ്മരണം, അതേപോലെ തന്നെ അവരുടെ നേതാക്കളുടെ അനുസ്മരണമാണ് സംഘടിപ്പിച്ചത്. എത്രയോ വിരോധാഭാസമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. എല്ലാ കാലത്തും അങ്ങനെയായിരുന്നല്ലോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം പോലും അടുത്ത കാലത്താണ് CPM ആഘോഷിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇതൊന്നും അതിശയമല്ല. എന്നാൽ പോലും നമ്മുടെ സൈനികർ, എത്രയോ ആളുകൾ ഇതിനുവേണ്ടി ജീവത്യാഗം ചെയ്തു. എന്നിട്ടും അവർക്കിപ്പോഴും ഭാരതത്തെപ്പറ്റി സംസാരിക്കാനോ നമ്മുടെ സൈനികർ നടത്തിയ പോരാട്ടങ്ങളെപ്പറ്റി ഒന്ന് അനുസ്മരിക്കാനോ ഒരു 5 മിനിറ്റ് പോലും അവർക്ക് നൽകാൻ കഴിയുന്നില്ല. അത് പോകട്ടെ, അവർ അനുസ്മരിക്കേണ്ട. ആ ദിനത്തിൽ അവർ മറ്റ് ചില നേതാക്കളെ, മറ്റ് ചില വിദേശത്ത് ഉള്ള അല്ലെങ്കിൽ അവരുടെ നേതാക്കളെന്ന് അവകാശപ്പെടുന്നവരുടെ ഓർമ്മ ദിനമാണ് അവർ ആഘോഷിച്ചത്. ഗൗതം അനന്തനാരായണനാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. ഗൗതത്തിലേക്ക് നമുക്ക് പോകാം. ഗൗതം, വളരെ വിരോധാഭാസമായിട്ടുള്ള കാര്യങ്ങളാണ് CPM എല്ലാ കാലത്തും ചെയ്യുന്നത്. ഇപ്പോൾ കാർഗിൽ അതിൻ്റെ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയ വേളയിലും അവർ നടത്തിയ അനുസ്മരണ പരിപാടി വേറൊന്നായിരുന്നു. എങ്ങനെ കാണാം CPMന്റെ ഈ രാജ്യവിരുദ്ധ നിലപാടുകളെ? ഗൗതം. വിനോദേ, CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ CPMനോടൊപ്പം ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്ന നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഇത്തരം രാജ്യവിരുദ്ധ സ്വഭാവങ്ങൾ മുൻപും പല കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പല കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ വിനോദ് തന്നെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന് ലഭിച്ച സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനമാണ്. അതായത് ആദ്യം ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഇവിടെ ഒരു വിപ്ലവ സംവിധാനം, അതായത് രാജ്യത്തിൻ്റെ ഭരണം വിപ്ലവ മാർഗത്തിലൂടെ, പ്രത്യേകിച്ച് സായുധ മാർഗത്തിലൂടെ ഇവിടെ വിപ്ലവം സൃഷ്ടിച്ച് ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കുവാൻ, പ്രത്യേകിച്ച് ചൈനയിൽ മാവോ സേതൂങ് എങ്ങനെയാണോ ഭരണം പിടിച്ചത് ആ രീതിയിൽ ചോര ഒഴുക്കിയുള്ള ഒരു ഭരണം പിടിക്കുവാൻ കൊൽക്കത്ത തീസിസിന് ശേഷം ആഹ്വാനം ചെയ്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. പിന്നീട് നമുക്കറിയാം, ഇതേ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പിന്നീട്
റഷ്യയിലേക്ക് ചെല്ലുകയും റഷ്യയിൽ ജോസഫ് സ്റ്റാലിനും മറ്റും പറഞ്ഞു, ഭാരതം എന്ന് പറയുന്ന രാജ്യത്ത് നിങ്ങൾക്ക് ഒരിക്കലും വിപ്ലവം സാധ്യമാകത്തില്ല, പ്രത്യേകിച്ച് സായുധ വിപ്ലവത്തിലൂടെ അവിടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള കെൽപ്പ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കില്ല എന്ന സ്റ്റാലിൻ്റെ വാക്കുകൾ കേട്ടതിന് ശേഷമാണ് പിന്നീട് അവർ ഇന്ത്യൻ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നത് പോലും. എന്തായാലും ഇന്നലെ നടന്ന സംഭവം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഇന്നലെ കാർഗിൽ വിജയ് ദിവസിൻ്റെ 25ാം വാർഷികമാണ്. നമുക്കറിയാം 1999 മെയ് മാസം പകുതിയിൽ ആരംഭിച്ച് പിന്നീട് ജൂലൈ 26 ഔപചാരികമായി അവസാനിച്ച ആ യുദ്ധത്തിൽ നമ്മുടെ ഈ മഹത്തായ രാഷ്ട്രത്തിന് നഷ്ടമായത് 527 സൈനികരെയാണ്. അവരിൽ ഓരോരുത്തരുടെയും പ്രാണത്യാഗം ഒരുപോലെ മഹത്തരമായി കണ്ടുകൊണ്ട് നമ്മൾ ആ ഐതിഹാസികമായ യുദ്ധവിജയത്തിൻ്റെ 1/4 നൂറ്റാണ്ട് ആചരിക്കുന്ന ഈ ഘട്ടത്തിൽ CPIM അവരുടെ പാർട്ടി ആസ്ഥാനത്ത് ചെയ്തത് ക്യൂബയിലെ വിപ്ലവ നേതാവായിട്ടുള്ള ഫിഡൽ കാസ്ട്രോ, അതോടൊപ്പം തന്നെ നമുക്കറിയാം അരാജകത്വത്തിൻ്റെ പ്രതീകമായി പൊതുവെ ഭാരതം നോക്കിക്കാണുന്ന ചെഗുവേര, ഈ രണ്ടുപേരെയും അനുസ്മരിച്ചുകൊണ്ട് ഒരു പൊതുപരിപാടി ഈ കാർഗിൽ വിജയ് ദിവസിൽ, അതായത് ഭാരതത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വികാരങ്ങൾക്ക് നേരെ ഘടകവിരുദ്ധമായി നമ്മുടെ രാഷ്ട്രവുമായി ഒരു ബന്ധവുമില്ലാത്ത കിലോമീറ്ററുകൾക്കപ്പുറം അല്ലെങ്കിൽ നമ്മുടെ ഭൂഖണ്ഡമായ ഏഷ്യയിൽ പോലും അല്ലാത്ത ഒരു രാജ്യത്ത് നടന്നിട്ടുള്ള ചില സമരവുമായി അല്ലെങ്കിൽ ചില വിപ്ലവ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദിനാചരണം CPM ആസ്ഥാനത്ത് നടക്കുകയാണ്. CPMൻ്റെ ഡൽഹിയിലെ അഖിലേന്ത്യാ ആസ്ഥാനമായിട്ടുള്ള ഹർകിഷൻ സിംഗ് സുർജിത് ഭവനിലാണ് ഈ പരിപാടി നടന്നത്. പ്രധാനപ്പെട്ട സ്പീക്കറായി ഈ പരിപാടിയിൽ എത്തിയത് CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി ആയിരുന്നു. ഒപ്പം കേരളത്തിൽ നിന്നുള്ള മലയാളിയായിട്ടുള്ള ദേവരാജൻ, അദ്ദേഹം മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ടുള്ള ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹവും അതിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പ്രധാനപ്പെട്ട പ്രാസംഗികരാരും തന്നെ ഈ കാർഗിൽ വിജയ് ദിവസ്, കാരണം ക്യൂബയിൽ നടന്നിട്ടുള്ള ഒരു അട്ടിമറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വിപ്ലവ നീക്കവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴെങ്കിലും വേണമെങ്കിൽ കാർഗിൽ വിജയ് ദിവസിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കാം എന്നുള്ളതാണ്. പക്ഷേ അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമായി. മാത്രമല്ല CPMൻ്റെ നേതൃത്വത്തിൽ ഒരിടത്ത് പോലും കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവരുടെ അഖിലേന്ത്യാ നേതാക്കളാകട്ടെ സംസ്ഥാന നേതാക്കളാകട്ടെ അവരുടെ ഒന്നും ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ഒന്നും കാര്യമായി കാർഗിൽ വിജയ് ദിവസത്തിൻ്റെ 1/4 നൂറ്റാണ്ട് എന്ന വിഷയത്തെപ്പറ്റി ഒരു പരാമർശമോ ഒരു പരിപാടിയോ സംഘടിപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റപ്പെട്ട് നടന്നതായി നമുക്കറിയില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്തരം പൊതുപരിപാടികൾ നടന്നതായി അറിയാൻ കഴിയുന്നില്ല. ഏതായാലും ഇത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് വഴിവെക്കുന്ന ഒന്നാണ്. കാരണം കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ ഇതേ ദിവസം തന്നെ മോൻഖാഡ ദിനം എന്ന രീതിയിൽ ക്യൂബയിലെ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒരു ദിവസം എന്ന നിലയിൽ ആചരിക്കുന്നു. അതോടൊപ്പം തന്നെ ചെഗുവേരയുടെ ഇന്ത്യ സന്ദർശനത്തിൻ്റെ 65ാം വാർഷികം എന്ന നിലയിൽ കൂടിയാണ് ഇന്നലെ ഈ പൊതുപരിപാടി CPM ഡൽഹിയിലും അവർക്ക് സംഘടനാ സംവിധാനം ഇനിയും ശേഷിക്കുന്ന കേരളത്തിലുമായി നടത്തിയിരിക്കുന്നത്. കാർഗിൽ വിജയ ദിവസവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ബോധപൂർവം മാറ്റുന്നു. നമുക്കറിയാം CPM പല ഘട്ടങ്ങളിലും ഭാരതത്തിൻ്റെ സൈന്യത്തെ അവഹേളിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. കാരണം പല സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് യുദ്ധ സാഹചര്യങ്ങളിൽ പോലും ഇന്ത്യൻ പട്ടാളത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ചൈനീസ് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചതൊക്കെ ചരിത്രമാണ്. കാരണം ചൈനീസ് ചാരന്മാർ എന്ന പേര് പോലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. 1962 കമ്മ്യൂണിസ്റ്റ് ചൈന ഭാരതത്തെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ EMSൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു വിഭാഗം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ചൈന അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നതിലൂടെയാണ് കോൺഗ്രസ് ഭരണകൂടം തന്നെ ചൈനീസ് ചാരന്മാർ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളെ വിശേഷിപ്പിച്ചത്. അടുത്ത കാലത്ത് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്ത മറ്റൊരു വാർത്തയുണ്ട്. ചൈനീസ് എംബസിയും CPMൻ്റെ ഡൽഹിയിലെ ആസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള അഭേദ്യമായ ബന്ധം മറ്റ് ഒരു പാർട്ടികളുടെയും ആസ്ഥാനത്ത് ചെല്ലാത്ത കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഡൽഹി എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ AKG ഭവനിൽ തുടർച്ചയായി എത്തുകയും അവർ തമ്മിൽ നടത്തുന്ന സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ബ്രേക്ക് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ചൈനയെ CPMനെ സംബന്ധിച്ച് അല്ലെങ്കിൽ CPIയെ സംബന്ധിച്ച് അവർക്ക് ആത്യന്തികമായി ഭാരതം എന്നൊരു വികാരം നിലനിൽക്കുന്നില്ല. മറിച്ച് ആഗോളതലത്തിൽ ഈ ഭാരതത്തിന് പുറത്തുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ, അത് ചൈനയാകാം, ക്യൂബയാകാം, കിം ജോങ് ഉന്നിൻ്റെ നോർത്ത് കൊറിയയാകാം, ഇത്തരം രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ കാർഗിൽ വിജയ് ദിവസിൽ ഇവർ നമ്മുടെ ധീര സൈനികരെ അവഹേളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ ഒരു പരിപാടി. ഗൗതം, അതേപോലെ തന്നെ ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഭാരതത്തെക്കാൾ താല്പര്യം ചൈനയോടാണ്, അല്ലെങ്കിൽ നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന റഷ്യയോട്, അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളോടാണ് ഇവർക്ക് താല്പര്യം. ഇന്ത്യയിൽ ഭാരതത്തിൽ അവർ എത്ര കാലം നോക്കിയിട്ടും അവർക്ക്
കേരളം അല്ലെങ്കിൽ ത്രിപുര, ബംഗാൾ ഇതിനപ്പുറത്തേക്കൊന്നും അവർക്ക് വളരാനേ സാധിച്ചില്ല. പിന്നീട് ബംഗാളും ത്രിപുരയൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. കേരളം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോൾ ഗൗതം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഡൽഹിയിൽ അവിടെ നടന്ന CPM നടന്ന പരിപാടിയിൽ പങ്കെടുത്ത മറ്റൊരു നേതാവ് എന്ന് പറയുന്നത് ദേവരാജനാണ്, ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേവരാജൻ. നമ്മൾക്കറിയാം ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടി നേരത്തെ ഇടതുപക്ഷത്തിനൊപ്പം ആയിരുന്നു, ബംഗാളിൽ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത് UDFൻ്റെ ഘടകകക്ഷിയൊക്കെയാണ്. എന്നാൽ പോലും ഈ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി അത് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരെ നേതാവായി കണക്കാക്കുന്ന ഒരു പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ആ പാർട്ടി ദേശസ്നേഹത്തിൻ്റെ സംഘടനയാണ്. നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. ദേശസ്നേഹ സംഘടന എന്നൊക്കെ അവകാശപ്പെടുന്ന ഫോർവേഡ് ബ്ലോക്ക് പോലും, അതിൻ്റെ നേതാവ് പോലും അവിടെ പോയി അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. പക്ഷേ അദ്ദേഹം പോലും നമ്മുടെ കാർഗിലിനെ പറ്റി പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വലിയ അതിശയകരമായി തോന്നുന്നില്ലേ ഗൗതം? വിനോദ്, അത് തന്നെയാണ്. അതായത് ഫോർവേഡ് ബ്ലോക്കിന്റെ ജനറൽ സെക്രട്ടറിയാണ്, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് മലയാളിയായിട്ടുള്ള G ദേവരാജൻ. അദ്ദേഹം സീതാറാം യെച്ചൂരിക്ക് ശേഷം ഈ ഒരു സഭയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവരാരും തന്നെ ഈ കാർഗിൽ വിജയ് ദിവസിനെ പറ്റി സൂചിപ്പിക്കുന്നില്ല. നേരത്തെ വിനോദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെടുന്നത് തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലാണ്. നമുക്കറിയാം നേതാജി ഭാരതത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ഭാരതത്തിന്റെ ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാജിക്കുള്ള പങ്ക് എന്താണ് എന്നത് സംബന്ധിച്ച് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല. ഇന്ത്യയുടെ വിപ്ലവത്തിൻ്റെയും അതല്ലെങ്കിൽ അധിനിവേശ ശക്തികളെ പ്രതിരോധിക്കുന്നതിലുമൊക്കെ മുൻപന്തിയിൽ നിന്നിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഭാരതത്തിൻ്റെ തീവ്ര ദേശീയതയുടെ പ്രതീകമായി കണക്കാക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ആശയം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയുടെ നേതാവ് ഉൾപ്പെടെ ഇന്നലെ ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ട് കാർഗിലുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശവും നടത്തുന്നില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ അവർക്ക് ന്യായീകരിക്കാം, അത് മറ്റൊരു പരിപാടിയാണ്, അതിൽ എന്തിനാണ് കാർഗിലുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്ന ന്യായീകരണം വേണമെങ്കിൽ നടത്താം. അപ്പോഴും ചോദ്യം, CPM അങ്ങനെയാണെങ്കിൽ ഈ കാർഗിൽ വിജയ് ദിവസിൻ്റെ കാൽ നൂറ്റാണ്ടുമായി ബന്ധപ്പെട്ട് എന്ത് പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നൊരു മറുചോദ്യം അപ്പുറത്ത് ഉയർന്നു വരുന്നുണ്ട്. കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിലവിൽ നമുക്കറിയാം CPM കണക്കിലെങ്കിലും ഒരു ദേശീയ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ. ബാക്കി BJP ആണെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അവരെല്ലാം കാർഗിൽ വിജയ ദിവസവുമായി ബന്ധപ്പെട്ട പൊതുപരിപാടികൾ അവരുടെ യുവജന സംഘടനകൾ നടത്തുന്നു. അല്ലെങ്കിൽ BJP നേരിട്ട് തന്നെ JP നഡ്ഡ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ഡൽഹിയിൽ തന്നെ പല പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, സാംസ്കാരിക സംഘടനകൾ, ഇനി ഒരു സംഘടനാ സംവിധാനത്തിലും ബന്ധമില്ലാത്ത വളരെ സാധാരണക്കാരായ ജനങ്ങൾ പോലും അവർ സ്വന്തം വീട്ടിലോ സ്വന്തം ഗ്രാമത്തിലോ സ്വന്തം നഗരത്തിലോ എങ്കിലും കാർഗിൽ വിജയ ദിവസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അനുസ്മരണ പരിപാടികളിൽ പൊതുവെ ഇന്നലത്തെ ദിവസം പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇന്നലത്തെ ദിനത്തിന്റെ പ്രത്യേകത, അത് കാർഗിൽ വിജയ ദിവസമായി എല്ലാ വർഷവും 99-ലെ യുദ്ധവിജയത്തിന് ശേഷം ഓരോ വർഷവും നമ്മൾ ജൂലൈ 26 കാർഗിൽ വിജയ ദിനമായി ആചരിക്കുന്നുവെങ്കിലും അതിൻ്റെ 25 വർഷങ്ങൾ പിന്നിട്ട ഒരു ദിനം കൂടിയാണ്. കാൽ നൂറ്റാണ്ട് എന്ന് പറയുന്നത് അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമായി മാറുകയാണ്. അതിനാലാണ് രാജ്യത്ത് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പൊതുപരിപാടികൾ വിവിധ സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ സംഘടിപ്പിച്ചത്. ഈ ഒരു ഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു നിഷേധം നമ്മുടെ സൈനികർക്ക് മേൽ നടത്തുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ, നേരത്തെ ഞാൻ ചൈന ഭാരതത്തെ ആക്രമിച്ച 1962-ലെ ചൈന ഇന്ത്യ യുദ്ധ കാലഘട്ടത്തിൽ ഇവരെടുത്ത നിലപാടുകൾ, അതിനാലാണ് ഈ ചൈനീസ് ചാരന്മാർ എന്ന വിശേഷണം പോലും EMS ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഉണ്ടാകാൻ കാരണം. ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഈ പാർട്ടിക്ക് വളരാൻ പറ്റാതെ പോയതിൻ്റെ തന്നെ അടിസ്ഥാന കാരണം ഇവർ ചൈനീസ് ചാരന്മാരാണ് എന്ന വാദം അന്ന് മുതൽ തന്നെ വളരെ ശക്തമായിരുന്നു. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ഭാരതത്തെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ, നമ്മുടെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകൾ പിടിച്ചെടുക്കുന്ന ഘട്ടത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ അത് ചൈനയുടേതെന്ന് പറയുന്ന ചൈനക്കാർ പറയുന്ന ഭൂമിയെന്നും ഇന്ത്യക്കാരെന്ന് നമ്മുടേതെന്ന് പറയുന്ന ഭൂമിയെന്നും പറഞ്ഞ് ഒരു അഴകുഴമ്പൻ സമീപനം എടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയോട് മൃദു സമീപനം സ്വീകരിക്കുന്ന നിലപാടാണെന്ന് EMS ഉൾപ്പെടെയുള്ള നേതാക്കൾ, AKG ഉൾപ്പെടെയുള്ള നേതാക്കൾ കൈക്കൊണ്ടത്. സ്വാഭാവികമായും അന്നിവർക്ക് ചൈനീസ് ചാരന്മാർ എന്ന പേര് വീടു. ഇതേ കമ്മ്യൂണിസ്റ്റ് ചൈന അടുത്ത കാലത്ത് ഗാൽവനിൽ ഭാരതത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന ഘട്ടം നമുക്കറിയാം. കാർഗിൽ പോലെ തന്നെയുള്ള ലഡാക്ക് റേഞ്ചിലെ മറ്റൊരു മലനിരയാണ് ഗാൽവൻ എന്ന് പറയുന്നത്. അവിടെ 2020 ജൂൺ മാസം 14-ാം തീയതി നടന്ന സംഭവം അറിയാം. ഗാൽവനിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന നമ്മുടെ സൈനികരെ 16 ബിഹാർ റെജിമെന്റിന്റെ 10 സൈനികരെ ചൈനീസ് പട്ടാളക്കാർ കൊലപ്പെടുത്തുന്നു. നമുക്ക് വേണ്ടി വീരമൃത്യു വരിക്കുന്ന സാഹചര്യം. പിന്നീട് ഭാരതം അതിന്
ശക്തമായ പ്രത്യാക്രമണം കമാൻഡോ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുകയും ഏതാണ്ട് 40-നടുത്ത് ചൈനീസ് പട്ടാളക്കാർ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവമാണ് ഗാൽവൻ സംഘർഷമായി നാം അടയാളപ്പെടുത്തുന്നത്. ആ ഗാൽവൻ സംഘർഷത്തിന്റെ കാലത്ത് വളരെ വിചിത്രമെന്ന് പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്നിട്ടുള്ള ലേഖനം, ആ പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്ററും അതോടൊപ്പം തന്നെ CPIMന്റെ മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ പ്രകാശ് കാരാട്ട് എഴുതി വെച്ച ലേഖനം എന്ന് പറയുന്നത് ഭാരതം നടത്തിയ പ്രകോപനം കൊണ്ടാണ് ഗാൽവനിൽ ഒരു സംഘർഷം ഉണ്ടായത് എന്നതാണ്. ഗൗതം, ഇത്തരത്തിൽ എല്ലാ കാലത്തും CPM ഭാരതത്തിന്റെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകളാണ് എല്ലാ കാലത്തും സ്വീകരിക്കുന്നത്. ആഗോളതലത്തിലുള്ള പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജീവിക്കുന്ന രാജ്യത്തോടൊരു സ്നേഹം വേണ്ടേ? എന്തായാലും ഈ ഒരു നിലപാട് വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.